നമസ്കാരം. നമുക്ക് ഇന്ന് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ചർച്ച ചെയ്യാം. ഈ പടത്തിൽ കാണുന്നുണ്ടല്ലോ, അത് ഒരു ജീവിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഒരു ഇൻസെക്റ്റാണ്. ഇത് എന്ത് ഇൻസെക്റ്റാന്ന് എനിക്കറിയില്ല. അത് പക്ഷേ ഒരു വളരെ ചെറിയ ഒരു ഇൻസെക്റ്റാണ്, ഒരു പ്രാണിയാണ്. അത് നമ്മൾ കാണുന്നത് ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഊഹിക്കണം അത് വളരെ ചെറുതാണെന്നുള്ളത്. ഇത് പക്ഷേ ലോ പവർ വ്യൂ ആണ്. അതുകൊണ്ട് അത്രയും ചെറുതല്ല, എന്നാലും ചെറുതാണ്. ആ ഇൻസെക്റ്റിൻ്റെ ഉൾഭാഗമല്ലേ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലിയർ ലുക്കല്ലേ ഉള്ളത്. അതെന്തുകൊണ്ട് ക്ലിയർ ആയിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇത് ഒരു ഇൻസെക്റ്റ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു പുറം തോട് മാത്രമാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ജീവിയെ പറ്റിയല്ല, വേറൊരു ജീവിയെ പറ്റിയാണ്. അതേത് ജീവി എന്ന് വെച്ചാൽ ആ ജീവിയാണ് ഇതിനെ ഇങ്ങനെ ആക്കിയെടുത്തത്, തോട് മാത്രം ആക്കിയെടുത്തത്. അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്പൈഡേഴ്സ്, ചിലന്തി, എട്ടുകാലി പറ്റിയാണ്. ഇനി നമ്മൾ ഇമേജിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ നാര് പോലെ കാണുന്ന വളരെ തിന്നായിട്ടുള്ള, അത് ശരിക്കും ഈ ചിലന്തിയുടെ വലയാണ്. ചിലന്തി വലയുടെ നാരുകളാണ്. കണ്ടോ, ഇതും അതാണ്. അപ്പോൾ ഇതിൽ കുടുങ്ങിപ്പോയ ഒരു ജീവിയാണിത്. ഈ നമ്മുടെ ചിലന്തി വലയിൽ അതിൻ്റെ നാരിൽ കുടുങ്ങിപ്പോയ ഒരു ജീവി ആയിരുന്നു ഇത്. ഇപ്പോൾ ജീവി എന്ന് പറയാനില്ല അല്ലേ. ഈ പൊടി പോലെ എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള പൊടിയൊക്കെ ഈ ചിലന്തി വലയിൽ വരും. അപ്പോൾ അത് മൈക്രോസ്കോപ്പിൽ വെക്കുമ്പോൾ എന്തായാലും ആ കുറേ പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവും. എന്തുകൊണ്ടാണ് ചിലന്തി ഇതിനെ ജസ്റ്റ് ഒരു സ്കെലട്ടനാക്കി വിടാൻ കാര്യം വെച്ചാൽ, എന്തുകൊണ്ട് നമ്മൾ ഭക്ഷിക്കുന്ന പോലെ കഴിച്ചിട്ടില്ല. ചിലന്തികൾ സൂപ്പ് പരുവത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ജ്യൂസ് പരുവത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. മിക്ക ചിലന്തികളുടെയും ജോസ് സ്ട്രോങ് അല്ല. അപ്പോൾ അവർക്ക് കടിച്ചു പൊട്ടിച്ച് കഴിക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. ചിലതിനുണ്ടാവും. എല്ലാ ചിലന്തികളുടെയും ദഹന വ്യവസ്ഥ വളരെ ഇടുങ്ങിയതാണ്. നമ്മുടെ ത്രോട്ട് ഭാഗമൊക്കെ അല്ലേ, അത് വളരെ ഇടുങ്ങിയതാണ്. അപ്പോൾ അതിന് ഭക്ഷണം ഇങ്ങനെ നമ്മൾ കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഒരു ഇര അതിങ്ങനെ വലയിൽ പെട്ടു എന്ന് വിചാരിക്കുക. അവരവിടെ പോയിട്ട് അതിനിങ്ങനെ ചുരുട്ടി ഒരു ഇങ്ങനെ ആക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോളിടും. എന്നിട്ട് ആ ഹോളിലൂടെ ഇത് ഡൈജസ്റ്റീവ് എൻസൈംസ്, ദഹനത്തിന് സഹായിക്കുന്ന എൻസൈംസ് ഇല്ലേ, അതെല്ലാം കൂടെ അതിൻ്റെ ആ ഹോളിലൂടെ ഉള്ളിലേക്ക് കടത്തും. ബേസിക്കലി ഛർദ്ദിക്കുക ചെയ്യുന്നത്, ഛർദ്ദിച്ചുള്ളിലോട്ടിടും. ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിലുള്ള മസിൽസും ബാക്കി അതിൻ്റെ സ്ട്രക്ചേഴ്സ്, ഉള്ളിലുള്ള എല്ലാ ജീവിയുടെ ഉള്ളിലുള്ള എല്ലാ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനെയും അലിയിപ്പിച്ചിട്ട് ഒരുമാതിരി ഒരു ജ്യൂസ് അല്ലെങ്കിൽ സൂപ്പ് പരുവത്തിലാക്കും. അത് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഇതിനെ നമ്മൾ എക്സ്ട്രാ ഓറൽ ഡൈജഷൻ എന്നാണ് പറയുന്നത്. അതായത് വായുടെ പുറത്ത് വെച്ച് തന്നെ ഡൈജഷൻ നടക്കുന്നു. നമ്മുടെയൊക്കെ എങ്ങനെയാണ് ഡൈജഷൻ നടക്കുക? നമ്മൾ ആദ്യം ചവച്ചരച്ച് ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ വയറ്റിൽ പോയിട്ട് അവിടെ എൻസൈംസ് ഉണ്ട്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ പോകുന്നു. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളുടെ പോകുന്നത്. നമ്മൾ ഡൈജഷൻ ഉള്ളിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ചിലന്തിയെ സംബന്ധിച്ച് ഡൈജഷൻ എവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ ശരീരത്തിൻ്റെ പുറത്താണ് സംഭവിക്കുന്നത്. എക്സ്ട്രാ ഓറലി, വായുടെയും പുറത്താണ്. കുറച്ച് കഴിയുമ്പോൾ ഈ എട്ടുകാലി വന്നിട്ട് ആ ഒരു ഹോൾ ഇട്ടല്ലോ, ആ ഹോളിലൂടെ പോയിട്ട് എല്ലാം വലിച്ചെടുക്കും. ഈ ജ്യൂസ് പരുവത്തിലായ അല്ലെങ്കിൽ സൂപ്പ് പരുവത്തിലായ മസിൽസും അതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും ആ ജീവിയുടെ ഉള്ളിലുള്ള എല്ലാം അങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ പുറം തോട് മാത്രമായിട്ട് ഇങ്ങനെ ബാക്കിയാക്കും, ഒരു സ്കെൽട്ടൻ മാത്രമായിട്ട്. ഈ സ്കെൽട്ടൻ എന്തുകൊണ്ടാണ് ബാക്കിയാവുന്നത്? ഈ ഇൻസെക്ട്സിൻ്റെയൊക്കെ പുറം തോടില്ലേ, അതുണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ എന്ന ഒരു വസ്തു കൊണ്ടാണ്. അത് ഈ എൻസൈംസ് വെച്ചിട്ട്, ഈ ചിലന്തിയുടെ അല്ലെങ്കിൽ ഈ എട്ടുകാലിയുടെ എൻസൈംസ് വെച്ചിട്ട് ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ പുറം തോടിങ്ങനെ അതേപോലെ നിൽക്കുക. അപ്പോൾ അതായിരുന്നു എട്ടുകാലികൾ ഭക്ഷണം കഴിക്കുന്ന രീതി. ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നോ?